വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. മക്കളെ, നിങ്ങൾക്ക് 5ാം ക്ലാസ്സിന്റെ എക്സാം ആണ് അല്ലെ, സോഷ്യൽ സയൻസിന്റെ എക്സാം ആണ്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ മക്കള് പഠിക്കേണ്ട ഒരു കാര്യമാണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. യെസ്, ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ദാരിദ്ര്യ ലഘൂകരണം ഇല്ലേടാ, അതിന് വേണ്ടിയിട്ടും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് കുറച്ച് പരിപാടികൾ അല്ലേ, കുറച്ച് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലെ. ഗവൺമെന്റ് ആണെങ്കിലും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും എല്ലാവരും കൂടി കുറച്ച് പദ്ധതികളൊക്കെ നടപ്പാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ്, അതിന്റെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളൊരു ഒരു കോളം കൊടുത്തിട്ടുണ്ട് അല്ലെ. അവിടെ കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് കൊടുത്തത് അല്ലെ, കുറച്ച് ബ്ലാങ്ക്സ് ആണ് കൊടുത്തത്. അത് നമ്മൾ ഫിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിലാണെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ, നോക്കിക്കോ. പ്രൊജക്ട്സ് ഇൻ ദ ബെനിഫിഷ്യറീസ് എന്ന് വെച്ചാൽ ഗുണഭോക്താക്കൾ. കാരണം ഇതിന്റെ ഈ പദ്ധതിയുടെ ഒക്കെ ഗുണഭോക്താക്കൾ ബെനിഫിഷ്യറീസ് ആരാണ്. പിന്നെയോ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യത്തേതാണ് മക്കളെ, ആദ്യത്തെ നോക്കിക്കോ. പദ്ധതികൾ ഏതാണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതിന്റെ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ബെനിഫിഷ്യറീസ് ആരാണെന്ന് നോക്കിക്കോ. ആരാണ്? 18 വയസ്സിലെ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾ, ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന 18 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിന്റെ സവിശേഷതകൾ എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാലും എന്തായിരിക്കും അതിന്റെ ഫീച്ചേഴ്സ്? അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല മക്കളെ, 100 ദിവസത്തിൽ, ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു സാമ്പത്തിക വർഷത്തില് 100 ദിവസത്തിൽ കവിയാതെ ജോലി ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഇത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എ എന്ന് മാർക്ക് ചെയ്യാം, ഇവിടെ നമുക്ക് ബി എന്ന് കൊടുക്കാം, സി കൊടുക്കാം, ഡി കൊടുക്കാം, ഇ കൊടുക്കാം. അപ്പോ ഒന്നാമത്തെ ആൻസർ എന്താണ്? ഇതാണ് അല്ലെ, 100 ദിവസത്തിൽ കുറയാതെ അവിദഗ്ധ കായിക തൊഴിൽ, എൻഷുർ എംപ്ലോയ്മെന്റ് ഫോർ നോട്ട് ലെസ് ദാൻ 100 ഡേയ്സ് അല്ലെ. 100 ദിവസത്തിൽ കവിയാതെ ജോലി ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാലും. ഓക്കെ, അപ്പൊ നമുക്ക് ബി നോക്കിയാലോ. ലൈഫ് മിഷൻ നോക്കിക്കോ. ലൈഫ് മിഷൻ, അതിന്റെ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ആരാണ്? ഭൂമി ഇല്ലാത്ത അല്ലെ, സ്വന്തമായി ലാൻഡ് ഇല്ലാത്ത അല്ലെങ്കിൽ വീടില്ലാത്ത ആളുകളാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ലാൻഡ്ലെസ് പീപ്പിൾ അല്ലെങ്കിൽ ഹോംലെസ് പീപ്പിൾ അല്ലെ, വീടില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്ത ആളുകൾ എന്ന് നമുക്ക് എന്താണ് ഇവിടെ ബിക്ക് കൊടുക്കുക അല്ലെ. അപ്പൊ ഇവിടെ മിസ് മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോ. രണ്ടാമത്തത് ലാൻഡ്ലെസ് ആൻഡ് ഹോംലെസ് പീപ്പിൾ അല്ലെ, സ്വന്തമായി ഭൂമിയില്ലാത്ത വീടില്ലാത്ത ആളുകൾക്കാണ് ലൈഫ് മിഷൻ പദ്ധതി. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്? പ്രൊവൈഡ് ഹൗസ് ആണ് അല്ലെ. അതിന്റെ പ്രത്യേകത എന്താണ്? സവിശേഷത എന്താണ്? വീട് ലഭ്യമാകുന്നു എന്നാണ് അതിന്റെ പ്രത്യേകത. ഇനി വിദ്യാവാഹിനി, അതിന്റെ ബെനിഫിഷ്യറീസ് ആരാണ്? എന്തായിരുന്നു? വിദ്യാവാഹിനി ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ട്രൈബൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെ. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് എന്താണ്? ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു വിദ്യാവാഹിനി എന്ന് പറയുന്നത്. അപ്പൊ സി എന്താണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ട്രൈബൽ സ്റ്റുഡൻസ് ആണ്. അപ്പൊ അതിന്റെ സവിശേഷത അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണ് കൊടുക്കുന്നത്? എന്താണ്? പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അല്ലെ, എന്താണ്? വാഹന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നാണ്. ഓക്കെ, നോക്കിക്കോ. ട്രൈബൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. പിന്നെന്താ? വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് അല്ലെ. പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണ് ആൻസർ വരുന്നത്. ദെൻ കൈവല്യ എന്ന് പറയുന്ന പ്രൊജക്ട് ആരാണ് ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്? ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ഡിഫറെന്റ്ലി ആബിൾഡ് ജോബ് സീക്കേഴ്സ്, ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അത്രയാണെന്ന് നമ്മൾ ആ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക്, ഓക്കെ, അതിന്റെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിന്റെ ബി ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സ്കീം എൻഷുർ അൺസ്കിൽഡ് ഫിസിക്കൽ എംപ്ലോയ്മെന്റ് ഫോർ നോട്ട് ലെസ് ദാൻ 100 days in a financial year to any family residing in rural area. ഓക്കെ, മലയാളത്തിൽ എന്താണ്? ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കവിയാതെ അവിദഗ്ധ കായിക തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? നമുക്ക് പറയാം ഏതാണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് അതിന്റെ ആൻസർ വരുന്നത്.
ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ ചോദ്യം നിങ്ങൾ നിർബന്ധമായിട്ടോ ഈ ചോദ്യം നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടതാണ്. എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഓക്കെ, അപ്പോ ഇതേപോലത്തെ വേറൊരു ചോദ്യമായിട്ട് മിസ് ഇനിയും വരും. ബൈ.